ആദിയുടെ കാറ് തറവാട്ടുമുറ്റത്തെത്തിയപ്പോൾ ശങ്കറും വാസുദേവും കാറിനടുത്തേക്ക് വന്നു. ആദി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നന്ദുമോള് കണ്ടോ ആദി? ആദി തിരിഞ്ഞ് കാറിലേക്ക് നോക്കി. നന്ദു കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി തല കുനിച്ച് നിന്നു. മോളെ, നിനക്കെന്താ പറ്റിയത്? നന്ദു മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അതേ നിൽപ്പു നിന്നു. നന്ദുവിനെ കണ്ടപ്പോൾ എല്ലാവരും ആശ്വാസത്തോടെ അവൾക്കടുത്തേക്ക് വന്നു. സീത ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മോളെ, നീ ഞങ്ങളെ തീറ്റിച്ചല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാ നിന്നെ തട്ടിക്കൊണ്ട് പോയത്? അമ്മയോട് പറ. നന്ദുവിൻ്റെ കവളിലും തലമുടിയിലുമെല്ലാം തലോടിക്കൊണ്ട് സീത ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നെന്തോ അരുതാത്തത് കണ്ടതുപോലെ സീത ഞെട്ടി പിറകോട്ട് മാറി. നന്ദുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ചൂണ്ടിക്കൊണ്ട് സീത ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? സീത നന്ദുവിൻ്റെ ചുമലിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. നന്ദു ഒരു ശീലകണക്കിന് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആദിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഞാനാണ് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. ഇത് കേട്ട് എല്ലാവരും അമ്പരന്നു. രണ്ടുപേരെയും മാറി മാറി നോക്കി. നന്ദുവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്ന ജിത്തുവിൻ്റെ മുഖം ഒരു നിമിഷം കൊണ്ട് ഇരുണ്ടു. ഇതേ സമയം തന്നെ ദയയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് ഊർന്നിറങ്ങി. ആദി തുടർന്ന് പറഞ്ഞു, ആ ഗിരീഷിൻ്റെ നിർദ്ദേശപ്രകാരം രുദ്രനാണ് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയത്. അയാൾ സീതമ്മായിയോടും സുരേഷ് അങ്കിളിനോടുമുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ അവരുടെ രഹസ്യസ്ഥലം കണ്ടുപിടിച്ച് നന്ദുവിനെ വിളിച്ചുകൊണ്ട് വരാൻ നിന്നപ്പോൾ രുദ്രൻ അതിന് തടസ്സം നിന്നു. അവൻ എന്നെയും നന്ദുവിനെയും കൂട്ടി അശ്ലീലങ്ങൾ പറഞ്ഞു. അവനാണ് നന്ദുവിൻ്റെ മേൽ കൂടുതൽ അവകാശമെന്നും അവൻ നന്ദുവിൻ്റെ മുറച്ചെറുക്കനാണെന്നുമൊക്കെയാണ് പറഞ്ഞത്. അവൻ്റെ ഉദ്ദേശം നന്ദുവിനെ കല്യാണം കഴിച്ച് നിങ്ങളോട് പക വീട്ടാനായിരുന്നു. എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് ആ സാഹചര്യത്തിൽ നന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. നീ ഒന്നും പറയണ്ട. നിനക്ക് അവളോട് പ്രേമമായിരുന്നില്ലേ? അതുകൊണ്ടല്ല നീ സാഹചര്യം മുതലെടുത്ത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാൻ പറഞ്ഞതല്ലേ ദൈവമായിട്ടുള്ള താലികെട്ട് നടത്താമെന്ന്. പക്ഷെ നീ കേട്ടില്ല. അന്നേരം നിനക്ക് നന്ദുവിനെ കണ്ടുപിടിച്ചേ മതിയായിരുന്നുള്ളൂ. ഇതായിരുന്നല്ലേ നിന്റെ ഉള്ളിലിരിപ്പ്? അയാൾ കരഞ്ഞുകൊണ്ടിരുന്ന ദയ വലിയ ആദിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവളുടെ കണ്ണുനീര് നീ കണ്ടോ? ഞാനിവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം? പറയടാ. സദാശിവൻ ആദിയുടെ ഷർട്ട് കുത്തിപ്പിടിച്ചു. കണ്ടുനിന്നവർ അയാളെ പിടിച്ചു മാറ്റി. ഞാൻ ഉണ്ടായതെല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ? ആദി ജിത്തുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ജിത്തു ആദിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, അങ്കിൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാനും കൂടെ വരാമെന്ന് ആദിയേട്ടനോട് പറഞ്ഞതല്ലേ? അപ്പം എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. ഞാനുമായിട്ടല്ല നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ എനിക്കല്ലേ അവൾ അന്വേഷിച്ചിറങ്ങാൻ കൂടുതൽ അവകാശം. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ പറഞ്ഞുണ്ടാക്കിയ കഥയാണെന്ന്. ജിത്തു നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയാമായിരുന്നില്ലേ? ഞാൻ സ്വയമേ ഒഴിഞ്ഞു തരുമായിരുന്നല്ലോ. എന്തിനാണ് എന്നെ ഇങ്ങനെ കോമാളിയാക്കിയത്? നിങ്ങളിപ്പോൾ ഒരുപോലെ തകർത്തത് എൻ്റെയും ദയയുടെയും സ്വപ്നങ്ങളാണ്. നന്ദുവിന് എന്തൊക്കെയോ മറുപടി പറയണമെന്ന് തോന്നി. എങ്കിലും ഒരക്ഷരം പോലും മിണ്ടാൻ നാവ് പൊങ്ങിയില്ല. അവൾ നിർവികാരമായി ജിത്തുവിനെ ഒന്ന് നോക്കി. സദാശിവൻ ശങ്കറിനോടായി പറഞ്ഞു, താൻ തന്ന ഉറപ്പിന്മേലാണ് ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചത്. കല്യാണ മണ്ഡപം വരെ എത്തിയിട്ട് എൻ്റെ മോളുടെ കല്യാണം മുടങ്ങിയിരിക്കുന്നു. താൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചതാ. ശങ്കറിനൊരു മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരും തമ്മിൽ വാക്ക് തർക്കങ്ങൾ മുറുകിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അജിയും സംഭവങ്ങൾ അറിഞ്ഞ് തിരിച്ചെത്തി. ഒച്ചപ്പാട് മുറുകിയപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് നിർത്ത്. ഇങ്ങനെ കിടന്ന് പരസ്പരം തല്ലുകൂടിയിട്ട് എന്താ കാര്യം? ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ജിത്തുവിൻ്റെയും ദയയുമായിട്ടുള്ള കല്യാണം നടത്തിക്കൂടെ? അത് കേട്ട് എല്ലാവരും നിശബ്ദരായി. പിന്നെ പരസ്പരം അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. എന്നാൽ ജിത്തു പറഞ്ഞു, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. മോൻ മുത്തശ്ശൻ പറയുന്നത് കേൾക്കണം. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് തറവാട്ടിൽ വീഴാൻ പാടില്ല. തറവാടിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ.
മുത്തശ്ശൻ ശങ്കരനോടും വാസുദേവിനോടായി ചോദിച്ചു, നിങ്ങൾക്കിതിൽ എതിരഭിപ്രായമുണ്ടോ? അച്ഛൻ്റെ തീരുമാനം ശരിയാ. ദയ നമ്മുടെ വീട്ടിൽ മരുമകളായി കയറേണ്ട കുട്ടിയാണ്. ജിത്തു ഇതിന് സമ്മതിക്കും. മുത്തശ്ശൻ സദാശിവനോടായി ചോദിച്ചു, ദയമോന് ഞങ്ങളുടെ ജിത്തുമോന് തരുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണോ? സദാശിവൻ സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ കല്യാണം മുടങ്ങാൻ ഇടവരരുത്. എനിക്കിതിന് 100 വട്ടം സമ്മതം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കല്യാണത്തിന് ക്ഷണിച്ചവരെല്ലാം തിരിച്ചു പോയിരുന്നെങ്കിലും കുറച്ച് ബന്ധുക്കളും മറ്റും തറവാട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ എല്ലാം സന്നിധാനത്തിൽ വെച്ച് ജിത്തുദയയുടെ കഴുത്തിൽ താലി ചാർത്തി. സീമന്തരേഖയിൽ സിന്ദൂരം പടർന്നപ്പോൾ ദയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് ഒഴുകിയിറങ്ങി. നന്ദുവിനെയും ദയയും ചടങ്ങ് പ്രകാരം നിലവിളക്ക് കൊടുത്ത് തറവാട്ടിലേക്ക് കയറ്റി. ദയയുടെ അച്ഛനും അമ്മയും തറവാട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സദാശിവൻ മകളോടായി പറഞ്ഞു, എൻ്റെ മോള് വിഷമിക്കേണ്ട, നിനക്ക് നല്ലതേ വരൂ. എന്നിട്ട് സദാശിവൻ ശങ്കരനോട് നോക്കി പറഞ്ഞു, ദയമോള് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാ, അവളെ വിഷമിപ്പിക്കരുത്. സദാശിവന്റെ കാറ് തറവാടിന് പുറത്തേക്ക് പോയപ്പോൾ ദയ അവർ പോകുന്നത് നോക്കി നിന്നു. ഇനിയുള്ള തൻ്റെ ജീവിതം എങ്ങനെയാവുമെന്നോർത്ത് അവൾക്ക് ആശങ്ക തോന്നി. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സത്യഭാമയും ജാനകിയും അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അഭി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം ജിത്തു തറവാട്ടിൽ നിന്ന് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ആദ്യം അവൻ്റെ മുറിയിൽ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൽ ചെയ്തത് എത്രയോ പേരുടെ ജീവിതത്തെയാണ് ബാധിച്ചത് എന്നോർത്ത് അവന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. നന്ദു അവളുടെ മുറിയിൽ കിടക്കുകയാണ്. അവൾക്കിന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കവേ തല പെരുക്കുന്നത് പോലെ തോന്നി. കുറച്ചു നേരം അങ്ങനെ കിടന്നു. അപ്പോഴേക്കും ജാനകി അവളുടെ റൂമിലേക്ക് കയറി വന്നു. ജാനകി നന്ദുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, മോളെന്ത് ഇങ്ങനെ കിടക്കുന്നത്? നന്ദു എഴുന്നേറ്റിരുന്നു. വല്യമ്മയ്ക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ദയയുടെ സ്ഥാനത്ത് ഞാൻ കയറി വന്നതിന്? ആ ഭദ്രയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചതാണ്. ആദിയേട്ടൻ വന്നപ്പോൾ സമാധാനമായി. പക്ഷേ ആദിയേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നന്ദു കൊച്ചുകുട്ടികളെ പോലെ ജാനകിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളിതെന്തൊക്കെയാ പറയുന്നത്? അപ്പോഴത്തെ സാഹചര്യം കൊണ്ടല്ലേ അങ്ങനെയെല്ലാം സംഭവിച്ചത്. എനിക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് നീ എൻ്റെ മരുമകളായി വരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഏട്ടൻ ദയയുടെ അച്ഛന് വാക്കു കൊടുത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. നീ ആദിയുടെ ഭാര്യയാകാനായിരിക്കും ദൈവനിശ്ചയം. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുമോളെ. ഇപ്പൊ കുട്ടി താഴേക്ക് വാ, എന്തെങ്കിലും കഴിക്കാം. ജാനകി അത് പറഞ്ഞ് താഴേക്ക് പോയി. നന്ദു കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നതിന് ശേഷം താഴേക്ക് നടന്നു. കണ്ണുകൾ അറിയാതെ എതിർഭാഗത്തുള്ള ആദിയുടെ റൂമിലേക്ക് ചെന്നു. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ ഗോവണിപ്പടിയിൽ ഇറങ്ങി. താഴെ ചെന്നപ്പോൾ ദയ കഴിക്കാനെടുത്ത് ചോറിൽ വിരലിട്ടിളക്കിക്കൊണ്ട് ആലോചനയിലാണ്. നന്ദുവിനെന്തോ ദയയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. ജാനകി നിർബന്ധിച്ചെങ്കിലും ആദി കഴിക്കാനായിട്ട് താഴേക്ക് വന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദതയിലായിരുന്നു. നന്ദു ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. അപ്പോഴേക്കും ജിത്തു കയറി വന്നു. അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആരെയും നോക്കാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുനിഞ്ഞു. സത്യഭാമ ജിത്തുവിനോടായി പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കുമോനെ. അവൻ ദേഷ്യത്തോടെ സത്യഭാമയോട് മറുപടി പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിടാമോ? ഒരു വേള ജിത്തുവിൻ്റെ കണ്ണുകൾ നന്ദുവിൽ ഉടക്കി. നോട്ടം അവളുടെ താരയിലേക്ക് നീണ്ട നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നഷ്ടബോധത്തോടെ അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിപ്പോയി. മകൻ്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് സത്യഭാമ കരയാൻ തുടങ്ങി. ജാനകി അവളെ ആശ്വസിപ്പിച്ചു. ജാനകി നന്ദുവിനോടും ദയയോടുമായി പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാ. നിങ്ങൾ മാനസികമായി തയ്യാറായിട്ടില്ല എന്നറിയാം. പക്ഷേ ചടങ്ങായി തന്നെ നടക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ സെറ്റ് സാരി എടുത്തുകൊണ്ട് വാ. ജാനകി 2 കവറുകൾ അവർക്ക് നേരെ നീട്ടി. രണ്ടുപേരും മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങിച്ചു. ശരിക്കും അപ്പോഴാണ് അവർ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത്. മൈഥിലിയും അഭിയും കൂടി സാരി ഉടുക്കാൻ അവരെ സഹായിച്ചു.
ദേ എന്നോട് ദേഷ്യത്തിലാണോ? ആദ്യേട്ടൻ ഒരിക്കലും എൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. നീ എന്നോട് ക്ഷമിക്കില്ലേ? നന്ദു ദയോടായി ചോദിച്ചു. എനിക്ക് നന്ദുവിനോട് ദേഷ്യമൊന്നുമില്ല. നന്ദു ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ടാണ് വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ആദ്യേട്ടനല്ലേ ചിന്തിക്കേണ്ടത്. കല്യാണത്തിന് മുന്നേ തന്നെ ആദ്യേട്ടൻ എന്നോടൊരു അകൽച്ച കാണിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചതാ, ഈ കല്യാണത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന്. അന്നേ കല്യാണം ഒഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയാകില്ലായിരുന്നു. ചിലപ്പോൾ ഇതെല്ലാം അനുഭവിക്കാനായിരിക്കും എൻ്റെ വിധി. എന്തായാലും നന്ദു വിഷമിക്കേണ്ട. എനിക്ക് തന്നോടൊരു ഇഷ്ടക്കുറവുമില്ല. സത്യത്തിൽ നന്ദുവിന് അത് കേട്ട് സങ്കടം തോന്നി. ജിത്തുവേട്ടനോട് ഒരിക്കലും തനിക്കടുപ്പം തോന്നിയിരുന്നില്ല. അതുപോലെയല്ലല്ലോ ദയയുടെ കാര്യം. അവൾ ആദ്യേട്ടനെ സ്നേഹിച്ചു പോയിട്ടുണ്ടാവണം. മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടിവരും. അവർ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ജാനകിയും സത്യഭാമയും ഓരോ ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് അവരെ അവരുടെ ഭർത്താക്കന്മാരുടെ മുറികളിലേക്ക് അയച്ചു. ഇനി എന്താവുമെന്ന ഭയത്തോടെ രണ്ടുപേരും 2 മുറികളിലേക്കായി കയറി. അവരുടെ 2 മനസ്സും വല്ലാതെ വേദനിച്ചിരുന്നു. മുറിയിൽ കയറിയ നന്ദു നോക്കിയപ്പോൾ ആദ്യ സോഫയിലിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദുവിനെ കണ്ട് ആദ്യ പെട്ടെന്ന് സിഗരറ്റ് വിടുത്തി. ആദ്യം നന്ദുവിനോടായി പറഞ്ഞു, എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കണം. തറവാട്ടിലുള്ളവർക്ക് അതറിയില്ല. നന്ദു അവൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ പാൽ ഗ്ലാസ് കൊണ്ടുപോയി മേശയിൽ വെച്ചു. നന്ദു, നിന്റെ അനുവാദമില്ലാതെ താലി കെട്ടിയത് തെറ്റാണെന്നറിയാം. ആ സമയത്ത് നിന്റെ സംരക്ഷണം മാത്രമാണ് ഞാൻ ആലോചിച്ചത്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന നിനക്ക് ഒരിക്കലും ഈ വിവാഹത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിനക്കെപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞാലും ഞാൻ ഡിവോഴ്സ് തരാൻ തയ്യാറാണ്. നന്ദു അതിന് മറുപടിയായി അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യേട്ടനോട് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ, എന്നെ ആ ഭദ്രൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കാണിച്ച മനസ്സിന്. അവൾ അവനെ നോക്കി തൊഴുകയോടെ പറഞ്ഞു. പിന്നെ എന്നെ കല്യാണം കഴിച്ചതിന് 2ാമത്തെ നന്ദി. എന്നെ രക്ഷിച്ചതൊരു മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുന്നേ ആദ്യേട്ടനൊന്ന് ചിന്തിക്കാമായിരുന്നു. ആദ്യേട്ടൻ താലി കെട്ടുന്നത് സ്വപ്നം കണ്ടൊരു പെൺകുട്ടി കല്യാണ മണ്ഡപത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ടെന്ന്. ജിത്തുവേട്ടൻ ദയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ലെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അവരുടെ കണ്ണുനീർ തറവാടിന് ശാപമായി മാറിയേനെ. ഒരാളുടെ മാത്രമല്ലല്ലോ, ജിത്തുവേട്ടൻ്റെയും എൻ്റെയും എല്ലാം ജീവിതം മുൾമുനയിൽ നിർത്തിക്കൊണ്ടല്ലേ ആദ്യേട്ടൻ ഇതെല്ലാം ചെയ്തത്. ഇതിലും ഭേദം ആ ദുഷ്ടൻ എന്നെ കൊല്ലുന്നതായിരുന്നു. ഒന്ന് നിർത്തു നന്ദു. ശരിയാണ് നീ പറഞ്ഞത്. നീയും ജിത്തുവും ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടാവണം. ശരിയാണ്, ഞാനതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിന് തയ്യാറായിരുന്നില്ല. അച്ഛൻ്റെ വാശിയുടെ ഫലമാണ് ഞാനിതിന് സമ്മതിച്ചത്. ദയെ എനിക്കൊരിക്കലും ഭാവി വധുവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വിവാഹത്തിന് തയ്യാറല്ലാത്ത ആള് പിന്നെന്തിനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഞാനും ആദ്യേട്ടനെ പോലെ തന്നെയായിരുന്നു. എനിക്കും ജിത്തുവേട്ടനൊരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ വക ന്യായങ്ങളൊന്നും ഇവിടെ പ്രസക്തിയില്ല. ജിത്തുവേട്ടൻ്റെയും ദയയുടെയും മുന്നിൽ ആദ്യേട്ടനും ഞാനും ഒരുപോലെ കുറ്റക്കാരാണ്. അതുകൊണ്ട് അവർ തമ്മിൽ എന്നു മുതൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങുന്നുവോ അതിനുശേഷം മാത്രം നമ്മളൊരു ജീവിതം തുടങ്ങുകയുള്ളൂ. അതും ആദ്യേട്ടനും എനിക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം. ഇത്രയും പറഞ്ഞതിനു ശേഷം അവൾ ബെഡിനൊരരികിൽ വായിക്കിടന്നു. ക്ഷീണം കൊണ്ട് നന്ദു വേഗം തന്നെ ഉറങ്ങിപ്പോയി. ആദ്യ ബെഡിനു മറുവശത്തായി കിടന്നുറക്കം വരാതെ അവൻ രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു. ഈ സമയം ജിത്തുവിൻ്റെ റൂമിലേക്ക് കയറിയത് കണ്ടത് മദ്യപിച്ചതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്ന ജിത്തുവിനെയാണ്. അവൻ പാൽ ഗ്ലാസ് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പായും ബെഡ്ഷീറ്റും എടുത്ത് നിലത്ത് വിരിച്ചു കിടന്നു. ഓരോന്ന് ആലോചിച്ച് ദയയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനെയും അമ്മയെയും അനിയനെയും പിരിഞ്ഞതിൻ്റെ സങ്കടം ഒരു വശത്ത്, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പുരുഷൻ വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നതും അയാളുടെ അനിയൻ്റെ മുന്നിൽ താലി കെട്ടാൻ തലകുനിക്കേണ്ടി വന്നതും മറുവശത്ത്. ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ആദിയേട്ടനും നന്ദുവും ഒരു മുറിയിലാണ് എന്ന ചിന്ത അവളുടെ ഹൃദയത്തിൽ ഒരു കത്തി കൊണ്ട് കുത്തുന്നത് പോലെ അനുഭവപ്പെട്ടു. പാടില്ല, ഇനി ആദിയേട്ടനെ കുറിച്ച് ചിന്തിക്കാൻ പോലും തനിക്ക് പാടില്ല. അതിനുള്ള അവകാശമില്ല. എന്തൊക്കെയായാലും താനിപ്പോൾ ജിത്തുവേട്ടൻ്റെ ഭാര്യയാണ്. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഒരു സത്യമാണ്. ഇന്നു മുതൽ ആ താലിയോട് നീതി പുലർത്തണം. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ആ കണ്ണുനീരിലൂടെ തൻ്റെ മനസ്സിൽ പതിഞ്ഞ ആദി എന്ന ചിത്രത്തെ അവൾ കഴുകിക്കളയുകയായിരുന്നു.